തെരഞ്ഞെടുപ്പ് അടുക്കാറാവുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറാറുണ്ട്, അല്ലെങ്കിൽ അവരോട് അനുഭാവം പ്രകടിപ്പിക്കാറുണ്ട്. ഇവിടെ ഇപ്പം മലയാളത്തിലെ മെഗാസ്റ്റാർ എന്നറിയപ്പെടുന്ന മമ്മൂട്ടി കോൺഗ്രസിനോട് അനുഭാവം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ചൂരൽമലയിൽ എത്തിയ മമ്മൂട്ടി വയനാട്ടിലെ CPM ജില്ലാ സെക്രട്ടറിയോട് ചില കാര്യങ്ങൾ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്നു. ആ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതിന് ശേഷം മമ്മൂട്ടിക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ് നടന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വന്നിട്ട് പറയുന്നത് മമ്മൂട്ടിക്കെതിരെയുള്ള സൈബർ ആക്രമണമൊക്കെ നിർത്തൂ. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ കൈരളി ചാനലിൻ്റെ ചെയർമാനാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. CPM അനുഭാവം പ്രകടിപ്പിക്കുന്ന ആളാണ്. എന്നിട്ടും കോൺഗ്രസ് നേതാക്കൾ എന്തിനാണ് സൈബർ ആക്രമണം നിർത്തണമെന്ന് പരസ്യമായിട്ട് പറയുന്നത്? അതിനകത്ത് വലിയൊരു രാഷ്ട്രീയമുണ്ട്. ഇന്നലെ മമ്മൂട്ടി അവിടെ പോയതിനകത്ത് ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് ഭയങ്കരമാണ്. അതിനകത്ത് മമ്മൂട്ടി പറഞ്ഞ ഒരു വാചകത്തിലും അതിൻ്റെ പുറകിലുള്ള സൈബർ ആക്രമണത്തിലും മമ്മൂട്ടി എന്തിനു വയനാട്ടിൽ പോയി എന്നുള്ള ഒരു കാര്യമേ അപ്രസക്തമാക്കുന്നതിനുള്ള ശ്രമമുണ്ട്. അതിനുവേണ്ടിയാണ് കോൺഗ്രസ്സുകാർ മമ്മൂട്ടിക്കെതിരെയുള്ള ആക്രമണം നിർത്തൂ, അല്ലെങ്കിൽ ആ രീതിയിൽ മമ്മൂട്ടി ആക്ഷേപിക്കാൻ പാടില്ല. മമ്മൂട്ടി എന്തിനാണ് വയനാട്ടിൽ പോയത്? മമ്മൂട്ടി വയനാട്ടിൽ പോയതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൗൺഷിപ്പ് നേരിട്ട് കാണുന്നതിന് വേണ്ടി. അവിടുത്തെ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ലോകം മൊത്തം സഞ്ചരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്, അല്ലെങ്കിൽ ലോകം കണ്ടിട്ടുള്ള ഒരാളാണ്. ആ ലോകം കണ്ടിട്ടുള്ള ഒരാൾ ഈ വയനാടെന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉരുൾപൊട്ടൽ നടന്നിടത്ത് ഈ ഗവൺമെൻറ് സ്ഥാപിച്ച വീടുകളും അതിൻ്റെ റോഡുകളും അതിൻ്റെ സംവിധാനങ്ങളും അത്ഭുതത്തോടു കൂടി കാണണമെങ്കിൽ അത് ഒരത്ഭുതമായിട്ടാണല്ലോ. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് അത് നടത്താൻ പറ്റുന്നത്, വാർത്തയിൽ വന്നത് ശരിയാണോ എന്ന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണല്ലോ പോയത്. അപ്പം അതൊരു വല്ലാത്ത പരസ്യമല്ലേ ഗവൺമെൻറ്റിന്? കാരണം അവിടെ കോൺഗ്രസ്സുകാരൻ സ്ഥലം മേടിച്ചെന്ന് പറയുന്നു, നാട്ടുകാരുടെ കഴിഞ്ഞ് പൈസ മേടിച്ചെന്ന് പറയുന്നു, വീടിന് കല്ലിട്ടെന്ന് പറയുന്നു. അവിടെ ഇതൊന്നും നടന്നിട്ടില്ല, ഈ പറഞ്ഞതെല്ലാം കള്ളമാണ്. അതിൻ്റെ ഫണ്ടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അതിന് സുതാര്യതയില്ല, യാതൊരു രീതിയിലും ഒരു കാര്യങ്ങളുമില്ല. അപ്പം അത്തരത്തിൽ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ചൂരൽമലയിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം അവിടെ ഒലിച്ചുപോയ ഒരു രാത്രി വെളുക്കുന്നതിന് മുമ്പ് ഒരു സ്വപ്നങ്ങൾ മൊത്തവും ഒരു പ്രദേശം മൊത്തവും കൂമ്പാരമായി കിടന്നിടത്ത് അതിനകത്ത് നിന്ന് ഇനി ഒന്നും സാധിക്കാനില്ല, സ്വന്തക്കാരില്ല, ബന്ധക്കാരില്ല, വളർത്തുമൃഗങ്ങളില്ല, എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു ഗവൺമെൻറ് സംവിധാനം അല്ലെങ്കിൽ അവിടുത്തെ പറയും നിങ്ങൾക്കെല്ലാം തിരിച്ചു തരാൻ പറ്റും, ഇതൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇവരിപ്പോൾ ആഹ്ലാദത്തിലാണ്. അത് ലോക വിസ്മയമായിട്ടല്ലേ മമ്മൂട്ടി അവിടെ ചെന്നപ്പോൾ അവതരിപ്പിച്ചത്. അപ്പം അതിനകത്ത് അതിൻ്റെ ഗുണം ഈ പറയുന്ന അതുണ്ടാക്കിയ ഗവൺമെൻറ്റിന് കിട്ടാതിരിക്കുകയും മൂന്നാമത് പിണറായി വിജയൻ അധികാരത്തിൽ വരാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി എന്തിനു മമ്മൂട്ടി അവിടെ പോയി എന്നുള്ള കാര്യം മറച്ചു പിടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കോൺഗ്രസ്സുകാർ. ഇനി അതിനകത്ത് ഞാൻ കാണുന്നതിനകത്തൊരു പോസിറ്റീവ് വശം എന്താണെന്നറിയാം. അവിടുത്തെ ജില്ലാ സെക്രട്ടറി നല്ല മനുഷ്യനാണ്, ചെറുപ്പക്കാരനാണ്. DYFI നേരത്തെ എനിക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിർത്തിയത് CPM ജില്ലാ സെക്രട്ടറി വളരെ നഫീഖ്. അയാൾ ഇതിനകത്ത് ഈ ആദ്യം തൊട്ട് അവസാനം വരെ ഇടപെടുന്ന ഒരാളാണ്. അപ്പം മമ്മൂട്ടി വരുമ്പോൾ അദ്ദേഹം അവിടെ കാണണമല്ലോ. ഇനി അങ്ങനെയല്ല, മമ്മൂട്ടി വരുമ്പോൾ കാണുന്നില്ല. MA ബേബി, CPM ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി ഈ ചൂരൽമലയിൽ സന്ദർശനം നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും വയനാട് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ റഫീഖ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം MA ബേബി അവിടുത്തെ സംഭവങ്ങളെല്ലാം നോക്കി വീക്ഷിച്ചതിന് ശേഷം മടങ്ങിപ്പോയി. ആ സമയത്താണ് മമ്മൂട്ടി വന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും റഫീഖ് കൂടെ നിന്നതാകാം. അങ്ങനെ ഒരു സാധ്യത. ഇനി അതല്ല, ഈ ഇപ്പം റഫീഖ് അവിടെ ഉണ്ട് ജില്ലാ സെക്രട്ടറി എന്നുള്ളത്. മമ്മൂട്ടി അവിടെ വരുമ്പോൾ മമ്മൂട്ടിക്ക് പോലെ ബന്ധമുള്ള ആളല്ലേ. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ആൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ആക്ഷേപമായിട്ട് വരത്തില്ലേ? മമ്മൂട്ടി മനസ്സുകൊണ്ട് വിചാരിക്കും ഈ പാർട്ടി ആൾക്കാരൊന്നും. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആൾ വളരെ രഹസ്യമായിട്ട് പുറയുന്ന ഈ ഒരു സാധനം അവിടെ കണ്ടിട്ട് പോകുമ്പോൾ വല്ലാത്തൊരു പരസ്യം വരും. കാരണം മമ്മൂട്ടി ടൗൺഷിപ്പ് കണ്ടു. അപ്പോൾ ടൗൺഷിപ്പ് ഒരു അത്ഭുതം തന്നെയാണ്. അത് ആർക്കും ഇതുവരെ സാധിക്കാത്തതാണ്. ഇങ്ങനെ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത് സാധിച്ചെടുക്കുന്ന ഗവൺമെന്റ് ഒരു വല്ലാത്ത കഴിവാണ്. ഇതൊക്കെ ചർച്ചയാണ്. മാത്രവുമല്ല ഇനി ചിത്രീകരിക്കും ഇതൊക്കെ ഇതുപോലെ ഇനി ഉരുൾപൊട്ടൽ വന്നാൽ പോലും ഒലിച്ചു പോകാത്ത രീതിയിലുള്ള വീടുകളാണ്. അപ്പം മമ്മൂട്ടി രഹസ്യമായിട്ട് പറഞ്ഞു, ദൂരെ അത്രയും റീച്ചുള്ള ക്യാമറയായിട്ട് നിങ്ങൾ എൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കരുത്. അത് എന്ത് ചെയ്യും? അത് CPM കൊണ്ടുവന്ന് മമ്മൂട്ടിയെ കൊണ്ടൊരു പരസ്യം ചെയ്യിക്കുന്നതായിട്ട് തോന്നത്തില്ലേ? അതിനുവേണ്ടി മമ്മൂട്ടി പറഞ്ഞതാണെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലെങ്കിൽ അയാൾക്ക് ഷൗട്ട് ചെയ്ത് പറയാമല്ലോ. അത് വളരെ രഹസ്യമായിട്ടാണ് പറഞ്ഞത്. ഒരു ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ അറിയാൻ മേത്തൊന്നുമല്ല. അപ്പം അതിനകത്ത് ആ ഒരു ഇതിന് പകരം വേറൊരു
ദിശയിലേക്ക്, വേറെ മാനത്തിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ചൂരൽമലയിലെ ടൗൺഷിപ്പ് മമ്മൂട്ടി കണ്ടിട്ട് അത്രയ്ക്ക് വലിപ്പത്തിലുള്ളതാണ്, ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു സമർപ്പണമാണ്, സമാഹരണമാണ്, അല്ലെങ്കിൽ അവർ കൊടുത്താണ്, അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്താണ്, ഇത് ഗവൺമെൻറ് കഴിവാണെന്നുള്ള രീതിയിൽ ചർച്ച വന്നാൽ അടുത്ത പ്രാവശ്യം ഗവൺമെൻറ് ഗുണം ചെയ്താൽ നമ്മൾ വിചാരിക്കേണ്ടത് ഇതിനകത്ത് ഈ പിണറായി വിജയനെയും ഈ ഗവൺമെൻറ്റിനെയും ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ അവർക്കാരും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് പ്രത്യേകം അവരുടെ കൂടെ ജനവും മറ്റു പലരും കാര്യങ്ങളും മറ്റതും മറിച്ചൊക്കെ ഉണ്ട്. അവർക്കാരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട. മമ്മൂട്ടി ഇതുപോലെ ചൂരൽമല സന്ദർശിക്കുന്നു, അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ് ഗുണം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. മോഹൻലാൽ മുഖ്യമന്ത്രിയെ വിളിച്ചിരുത്തി അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള മുഖ്യമന്ത്രി എന്താണ്, ഭരണം എന്താണ്, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ള രീതിയിൽ ഇൻ്റർവ്യൂ നടത്തുന്നു. അപ്പം വല്ലാത്ത ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ എല്ലാവരും ഈ 10 കൊല്ലത്തെ ഭരണം ശരിയാന്നുള്ള രീതിയിലേക്കാണല്ലോ വരുന്നത്. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പം CPM-ന്റെ ഭാഗത്ത് നിന്ന് പറയുമല്ല, ഇതിനകത്ത് യഥാർത്ഥ രാഷ്ട്രീയം ഇതാണ്. അതായത് ഇപ്പോൾ വഷളായില്ലേ, ഇതിന്റെ ഗുണം കിട്ടാതെ വരുന്നില്ലേ, ആ ഗുണം മമ്മൂട്ടി സന്ദർശിച്ചതും അല്ലെങ്കിൽ ആ പ്രദേശത്തെയും കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾ വീണ്ടും അവിടേക്ക് ആകർഷിക്കുകയും ഇത്രയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരത്തില്ലേ. അപ്പം അത് വേണ്ട. അതിനുവേണ്ടി ഇപ്പം മമ്മൂട്ടിയെ വലിയ പൊക്കി പറയും. സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണം നടത്തുമ്പോൾ അതിന് പിന്നിൽ കോൺഗ്രസിന്റെ ഒരു ഇടപെടലിലൂടെ നമ്മൾ കാണണം. കാരണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പൊ വന്നിച്ച് മമ്മൂട്ടി ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്താതെ, മമ്മൂട്ടിക്കെതിരെ ഇങ്ങനെയൊന്നും ചെയ്യാതെ, മാത്രമല്ല മമ്മൂട്ടി CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ വഴക്ക് പറഞ്ഞു, അവിടുന്ന് ഓടിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ എപ്പോഴാണോ അവസരം കിട്ടുന്നത് അതൊക്കെ തന്ത്രപരമായിട്ട് മുതലെടുക്കാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നു. മമ്മൂട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ CPM-ന്റെ സൈബർ ഇടങ്ങളിൽ തന്നെ മമ്മൂട്ടിക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് മമ്മൂട്ടി അവിടെ കൊണ്ടുവരുന്നത് സർക്കാരിന് ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മമ്മൂട്ടി നോക്കിക്കണ്ടിട്ട് വലിയ സംഭവമാണെന്നൊക്കെ പറയും. ആ രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാകരുത്, അത് സർക്കാരിന് ഗുണം ചെയ്യില്ല. മാത്രമല്ല മമ്മൂട്ടിക്ക് ഒരു ഇടതുപക്ഷം മനസ്സായിരിക്കും ഉണ്ടാകുന്നത്, അത് സർക്കാരിന് വേണ്ടിയിട്ട് വന്ന PR വർക്കായിട്ട് വരരുത് എന്നുള്ളതുകൊണ്ടായിരിക്കാം വളരെ ശബ്ദം താഴ്ത്തി അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. പക്ഷെ ആ പറയുമ്പോൾ ഒരുപക്ഷെ ജില്ലാ സെക്രട്ടറിക്ക് അതിൻ്റെതായ ഒരു ചമ്മലുണ്ടായേക്കാം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഒരു അർത്ഥം ഇങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ആർക്കും പറ്റില്ല. അത് മമ്മൂട്ടിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെ മമ്മൂട്ടി പറയണമായിരുന്നു ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് അതിനെ മുതലെടുക്കാനായിട്ട് അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അതിൽ CPM-ന്റെ സഖാക്കളോ പാർട്ടിക്കാരോ ഒക്കെ ചെന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പം. ആരാണ് ഇനി തിരുത്തേണ്ടത്? അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അറിവില്ലാതെ പാർട്ടിയുടെ താല്പര്യങ്ങൾ എന്തെന്നറിയാതെ സ്വയം പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന സൈബർ ഇടങ്ങളിൽ ഇടപെടുന്ന ഒരാൾ പോലും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരൊന്നും ആയിരിക്കത്തില്ല. ഞാൻ പാർട്ടിയാ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നിന്നാൽ ആരാണ്ടൊക്കെ അംഗീകരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നിന്നാൽ സംരക്ഷണം കിട്ടും. അവർ പാർട്ടി പോലും അറിയാതെ നേതാക്കന്മാരെ ഒരു പ്രദേശത്തുള്ള ആൾക്കാരെ ഇതൊക്കെ ചെയ്യുന്നത് വളരെ കൂടുതലായിട്ട്. ഏതായാലും ഇത് മമ്മൂട്ടിയെ തിരുത്താൻ വേണ്ടി ഉള്ള ആൾക്കാർ പാർട്ടിക്കകത്തുണ്ട്. അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി ചെയ്തതിനകത്ത് തെറ്റൊന്നുമില്ല, മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞതാണ്, രഹസ്യമായിട്ട് പറഞ്ഞതാണ് എന്നുള്ള രീതിയിലേക്കാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇതിനകത്ത് സൈബർ ആക്രമണം നടത്തുന്നത്. കാരണം ഈ സൈബർ ആക്രമണം കൊണ്ട് കോൺഗ്രസിനെ ഗുണം ഉണ്ടാകത്തുള്ളൂ. മമ്മൂട്ടി അവിടെ വന്നു കണ്ടു പോയതെന്ന് ആ ഗവൺമെൻറ് ചെയ്ത ഒരു വലിയ വലുപ്പത്തിലുള്ള കാര്യത്തിൻ്റെ ഗുണം ലോകത്ത് വലിയ രീതിയിൽ പ്രചരിച്ചേനെ. ഈ മോഹൻലാൽ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഭൂതത്തെ വെളിയിൽ, അല്ലെങ്കിൽ വലിയൊരു ഭൂതമാണെന്ന് പറഞ്ഞുള്ളവർ അവതരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥ മുഖം അദ്ദേഹം വലിയ വെളിയിൽ കൊണ്ടുവന്നു അദ്ദേഹത്തിന് ഇന്റർവ്യൂയിലൂടെ. അതിനൊരു മാധ്യമങ്ങളും തയ്യാറായില്ലല്ലോ. മാധ്യമങ്ങൾ അദ്ദേഹത്തെ നെഗറ്റീവ് ആക്കാനില്ലെന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടി ചൂരൽമലയിൽ വെളിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ സഖാക്കൾ എന്ന വ്യാജേന അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ.